ശ്രീമാത്രേ നമ ശ്രീ ഗുരുഭ്യോ നമ. നമ്മള് കൗള മാർഗത്തെ കുറിച്ചൊന്ന് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സത്സംഗില് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൗള മാർഗം എന്താണ്? കൗളം എല്ലാവരും അറിയേണ്ട കൗള സാധകര് ഇഷ്ടം പോലെ ഉണ്ടാവും. എങ്കിലും പലതരം തെറ്റിദ്ധാരണകൾ കൗള മാർഗത്തെ കുറിച്ചുണ്ട്. നമുക്ക് എന്താണ് കൗള മാർഗം നോക്കാം. താന്ത്രിക സാധന എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം ആത്മാവിനെ മൂർത്തിയായിട്ട് കൽപ്പിക്കുന്നതാണ് താന്ത്രിക സാധന എന്ന് നമ്മൾ ഇതുവരെ പലതും പഠിച്ചു അല്ലെ, മനസ്സിലായി. അപ്പൊ സഗുണോപാസനയിലെ മനസ്സിനെ നിശ്ചലമാക്കി നിർഗുണോപാസനയിലേക്ക് വഴിതെളിക്കുന്നതാണ് താന്ത്രിക ഉപാസന എന്ന് പറയുന്നത്. ഇവിടെ ഉപാസകൻ സാധകനായിട്ട് മാറുകയാണ്. ഉപാസന എന്ന വാക്കിന്റെ വാച്യാർത്ഥം ഉപ എന്നാൽ സമീപവും ആസനം എന്നാൽ സ്ഥിതിയും എന്നാണ്. നമ്മളത് മനസ്സിലാക്കിയതാണ്. അതായത് സമീപത്തിൽ സ്ഥിതി ചെയ്യുക, മൂർത്തിയുടെ സമീപത്ത് സ്ഥിതി വരുന്നത് എന്ന അർത്ഥം. ഉപാസകനും ഉപാസനാ മൂർത്തിയും എന്ന ആ ഒരു ദ്വൈത സങ്കല്പം താന്ത്രിക ഉപാസനയിലുണ്ട്. അപ്പൊ ഉപാസനാ മൂർത്തി താൻ തന്നെയാണെന്ന് സാധകൻ തിരിച്ചറിഞ്ഞിരിക്കും. അപ്പൊ സാധു എന്ന ശബ്ദത്തിൽ നിന്ന് സാധക ശബ്ദം ഭവിച്ചിരിക്കുകയാണ്. സാധു എന്ന് പറഞ്ഞാൽ സന്യാസി. അപ്പൊ താന്ത്രിക സാധനകൾ സന്യാസാവസ്ഥ പ്രാപിച്ച പുണ്യാത്മാവ് തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സഗുണ സങ്കല്പത്തിൽ നിന്ന് മാത്രമേ സ്ഥൂലദേഹ മനസ്സിനെ പരയുടെ നിർഗുണാവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. അതിനായി പരാശക്തി ഉപാസകന്റെ വാസനയ്ക്കനുസരിച്ച് സഗുണ അഭിനയം നടത്തുന്നു എന്ന് മാത്രം. ഉപാസകന്റെ ബോധശക്തി നിർഗുണമാണ്. നിർഗുണതയിൽ സഗുണത്വം ആരോപിച്ച് അതിനെ ഉപാസകൻ അംഗീകരിക്കണം. അപ്പോൾ പ്രകടമാകുന്ന വികാരത്തെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. മായയെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി അതിജീവിച്ചാൽ നിർഗുണാത്മകമായിരിക്കുന്ന ദേവതാശക്തി തന്റെ ബോധം തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രസ്തുത തിരിച്ചറിവിലേക്കുള്ള മാർഗത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ താന്ത്രിക ഉപാസന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഉപാസനയിൽ ഉപാസകൻ ഉപാസ്യ ദേവതയുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തണം. ഉപാസിക്കപ്പെടുന്ന ദേവത തന്റെ ആത്മാംശമാണെന്ന് കരുതി അതിന് ചുറ്റുമായി നിരന്തര ചിത്തപ്രവാഹം, അതായത് സങ്കല്പം നിലനിർത്തണം. ഉപാസകന് തന്റെ ഉപാസന വേളയിലും ലൗകികമായിട്ടുള്ള ബാഹ്യവൃത്തിയിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. വളരെ നിർബന്ധമാണത്. മനസ്സിനെ നിർബന്ധമായി അതിലേക്ക് പ്രാപ്തമാക്കുകയല്ല, ദേവതയോടുള്ള സ്നേഹത്തിന്റെ അനുഭവത്തിന്റെ അവസ്ഥയിലെ വികാരമായിട്ട് സ്വയം ജനിക്കേണ്ടതാണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇഷ്ടദേവത എന്ന് പറയുന്നത്. ദേവതയോടുള്ള അനിയന്ത്രിതമായിട്ടുള്ള വികാരാവേശമാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. ദേവത എന്ന മഹാകാന്തിക പ്രവാഹത്തിൽ എത്തപ്പെട്ട ഇരുമ്പ് ദണ്ഡിന് സമമാണ് ഉപാസകൻ. പ്രഭാവലയത്തിൽ എത്തപ്പെട്ട പിന്നോട്ടൊരു ചലനമില്ല അല്ലെ. ഇപ്പൊ കാന്തിക കേന്ദ്രത്തിലേക്ക് മാത്രമായിരിക്കും തുടർ ചലനങ്ങൾ. ദേവതയുടെ പ്രഭാവലയത്തിൽ എത്തപ്പെട്ട സാധകൻ ദേവതാ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കും പിന്നെ ജീവിക്കുക. മുത്തുസ്വാമി ദീക്ഷിതർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്നിവരെ പോലെ പ്രതിഭ തെളിയിച്ച സംഗീതജ്ഞന്മാര് സംഗീതത്തിനിടയിലും മറ്റു വിഷയങ്ങൾ സംസാരിക്കും. താളം തെറ്റാതെ തുടർന്ന് പാടുകയും ചെയ്യും. കാരണം എന്താ? സംഗീതത്തിന്റെ താളത്തിൽ അവരുടെ ശരീരം മാറിക്കഴിഞ്ഞു. സംഗീത താളത്തിന്റെ ആകത്തുകയാണ് പ്രതിഭാസമ്പന്നരായ സംഗീതജ്ഞരെല്ലാം തന്നെ. മറ്റെല്ലാം അവരിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പ്രതിഭകൾ ഇങ്ങനെയാണ്. അവരുടെ വാസനയിൽ അധിഷ്ഠിതമായ വിഷയം മുന്തി നിൽക്കും. അതിലാണ് അവർ ജീവിക്കുന്നത്, ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത് എല്ലാം. മറ്റു വിഷയങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടവയായിരിക്കും. ഉപാസനയും പ്രതിഭാസംബന്ധിയായിരിക്കണം. എന്നാലേ ലോക നന്മയ്ക്കുള്ള സിദ്ധിയിലേക്കും അതിലൂടെ മുക്തിയിലേക്കുമുള്ള വാതായനങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. സംഗീതജ്ഞർക്ക് താളമാണ് അവരുടെ മന്ത്രം. സംഗീത താളത്തിലെ ശരീരവും മനസ്സും പൂർണ്ണമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംഗീതവും ഒരു സാധനയാണെന്ന് പറയാറുണ്ട്. സംഗീതത്തിൽ ഊന്നിയവർ മറ്റു വിഷയങ്ങളിൽ വിഹരിക്കുന്നത് നമുക്ക് കാണാം. അതായത് സംഗീത താളം ഇവരുടെ ദേഹത്തിലെ പ്രാണന്റെ ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം. സംഗീതത്തിന്റെ ഏത് അവസ്ഥയും പ്രയത്നം കൂടാതെ ഇവർക്ക് വഴങ്ങും. ഇവരിൽ സംഗീതം സ്ഥിരമായും മറ്റെല്ലാ വിഷയവും അസ്ഥിരമായ അവസ്ഥകളിലുമാകുന്നു. അപ്പോൾ സ്ഥിരാവസ്ഥ ഏത് അവസ്ഥയിലും നിലനിൽക്കും, അസ്ഥിരാവസ്ഥ ക്ഷണിക ഫലം മാത്രമാണ്. ഇതുപോലെ ഉപാസന ദേവതാ സ്പന്ദനപരമായ മന്ത്രം ഉപാസകനിൽ സ്ഥിരവാസിയായി അവിടെയാണ് സാധനയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ലൗകികന് ക്രോധാദികളാണ് സ്ഥിരാവസ്ഥ, മറ്റു വിഷയങ്ങൾ അസ്ഥിരാവസ്ഥയാണ്. ദേവതാ ഉപാസനയുമായി ബന്ധപ്പെടുത്തൽ ഉപാസകന് ദേവത സ്വശരീരത്തിനും ബോധത്തിനും അസ്തിത്വം നൽകുന്ന സ്ഥിരാവസ്ഥയും മറ്റെല്ലാം അസ്ഥിരം തന്നെ ആയിരിക്കണം. ഉപാസകന് മന്ത്രവും അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ദേവതയും താളമായി തീരണം. ഉപാസന വഴിയില് ഭൗതികമായിട്ടുള്ള സർവവും നഷ്ടപ്പെട്ടാലും
ഉപാസനാ ദേവതയെ നഷ്ടപ്പെടുത്താനുള്ള അവസരം ഒരിക്കലും ഉണ്ടാവരുത്. ഉപാസനാ ദേവത പ്രാണനായി മാറണം. ജീവന്റെ അവസാന ശ്വാസം വരെ ദേവത മാത്രമേ ഉണ്ടാകൂ എന്ന വിശ്വാസം അരക്കെട്ടുറപ്പിക്കണം. ഉപാസകന് ഉപാസന ദേവത പ്രാണൻ തന്നെ ആയിരിക്കും. എന്താണ് ഇതിന്റെ സാധന തത്വം എന്ന് ചോദിച്ചാല്, അനുഭവിച്ചിട്ടില്ലാത്ത വസ്തുവില് സുഖാനുഭൂതിയുടെ വിശ്വാസത്തോടെ പ്രേമം വളരണം, പ്രസ്തുത വസ്തുവായി മാറണം. ഇതാണ് സാധന തത്വം എന്ന് പറയുന്നത്. ഇച്ഛാശക്തിയും ആചാരനിഷ്ഠയും ഉണ്ടെങ്കിൽ തന്ത്രസാധനയിൽ വഴികാട്ടാൻ സാക്ഷാൽ പരാശക്തി സ്വയം ഗുരുരൂപിണിയായി മുന്നിൽ വന്നെത്തും. ഇത് നമുക്ക് അനുഭവവേദ്യമാകുന്ന സത്യമാണ്. അതിൽ ഒരു സംശയത്തിനും കാരണം കാണുന്നില്ല. തിന്മയുടെ ഒരു അംശം പോലും അവശേഷിക്കാത്ത സാധനാ വൈഭവം സിദ്ധിച്ച സാധകർക്ക് സിദ്ധികൾ സ്വയം എത്തിച്ചേരും. മന്ത്രബന്ധമില്ലാതെ ചിന്താവിരുദ്ധമായ ശാന്തത സംജാതമാകും. നന്മ മാത്രമേ അവരിൽ നിലനിൽക്കുകയുള്ളൂ. നന്മയുടെ വികാര തരംഗത്തിൽ അവര് സാധനയിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം. സിദ്ധിയിൽ എത്തപ്പെട്ടത് അവർ അറിയുന്നുണ്ട്. സാധനയുടെ വഴിയിലെ പ്രലോഭനങ്ങളുടെയും പ്രശംസയുടെയും സാഹചര്യങ്ങൾ അരങ്ങേറും. ഇവയെല്ലാം തന്നെ പരീക്ഷണത്തിന്റെ ആദ്യ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോണം. അതില് നിമഗ്നനാവാതെ, ആഗ്രഹം ജനിക്കാതെ നിർഗുണാവസ്ഥയിൽ സാധകൻ അവൻ അറിയാതെ പ്രവേശിക്കും. പ്രവാചകരും സിദ്ധന്മാരും എല്ലാം തന്നെ ഈ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. അവരുടെ ആത്മീയ ഔന്നത്യത്തിലേക്കുള്ള പാത സുഗമമായിരുന്നില്ല. പരീക്ഷണങ്ങളിൽ അടിപതറാതെ, സമൂഹം കല്ലെറിഞ്ഞിട്ടും ശാപമുതിർക്കാതെ, ശത്രുവിനെ ആലിംഗനം ചെയ്ത് സിദ്ധികൾ ഉയർന്നപ്പോഴും സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം അവ പ്രകടിപ്പിച്ച് പരമപദത്തിൽ എത്തിയിട്ടുള്ളവരാണ് അവരെല്ലാം തന്നെ. എങ്കിലും അവർ അവശേഷിപ്പിച്ച നന്മയുടെ സന്ദേശം ജനഹൃദയങ്ങളിൽ ഇന്നും മാതൃകയായിട്ടുണ്ട്. ഇതിലെ സാധനാ ഭേദങ്ങൾ പലതും നമുക്ക് പറയാം. ഭക്തി സാധന, മന്ത്രസാധന, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭക്തി സാധന എന്ന് പറഞ്ഞാല് ഇഷ്ടദേവതയുടെ സാമീപ്യം എപ്പോഴും പ്രതീകത്തിലൂടെയോ പ്രതിരൂപത്തിലൂടെയോ അറിയുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതാണ് സാധനാ തലം. ക്ഷേത്രാരാധന ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. മന്ത്രാരാധനയുടെ ഗൗരവവും നിഷ്ഠയും മുൻകരുതലും ഭക്തി സാധനയിൽ ആവശ്യമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ, കബീർദാസ്, ശ്രീ പ്രഭുപാദർ, മീരാഭായ്, പൂന്താനം എന്നീ വ്യക്തികളെല്ലാം തന്നെ ഭക്തി സാധനയുടെ മകുടോദാഹരണങ്ങളാണ്. ഇനി മന്ത്രസാധനയാണെങ്കിൽ മന്ത്രം എന്ന തന്നെയാണ് ദേവത. അക്ഷരസങ്കലനം മന്ത്രവും മന്ത്രസ്പന്ദനം ദേവതയുമായിട്ട് ഭവിക്കുകയാണ്. മന്ത്രത്തിന്റെ ആവർത്തനം കൊണ്ട് ദേവതയെ നിലനിർത്തണം. മന്ത്രസാധനയില് സാധകന്റെ സാധനാശക്തി മന്ത്രശക്തിയോടുകൂടി ചേർന്ന് ദേവതാശക്തിയായിട്ട് ഭവിക്കുന്നു. മന്ത്രം സാധകനിൽ അന്തർലീനമായ ദേവതാശക്തിയെ ഉണർത്തുകയും ചെയ്യും. മന്ത്രസാധന തന്ത്രശാസ്ത്രത്തിന്റെ തനത് ഭാവവും സാധകന് മുക്തി പ്രാപ്തമാക്കാൻ പര്യാപ്തമായ സാധനാ ക്രമവുമായി തീരുന്നു. ഉപാസ്യ ദേവതയുടെ ആരോപിക്കപ്പെട്ട രൂപഗുണങ്ങള് സാധകൻ ഭാവനയാൽ സ്വശരീരത്തിൽ ആരോപിച്ച് സ്വശരീരത്തെ ദേവതയുടെ അധിഷ്ഠാനമാക്കാൻ വിട്ടുകൊടുത്ത് അതിൽ അഭിമാനവും ആനന്ദവും അനുഭവിക്കുന്നു. മന്ത്രസാധന സഗുണോപാസന, നിർഗുണോപാസന എന്നീ രണ്ട് വിഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. കാന്തത്തിൽ സ്പർശനം കൊണ്ട് ഇരുമ്പ് ദണ്ഡിനും കാന്തിക സ്വഭാവം പ്രകടമാക്കുന്നത് പോലെ ഉപാസ്യ ദേവതയുടെ സാന്നിധ്യം സാധക ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള സ്പന്ദനത്തിനും കാരണമായി തീരും. തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന സഗുണ സാധനയിൽ തുടങ്ങി പൂർണ്ണമായിട്ട് ദേവതാ ഭാവം കൈവരിക്കുമ്പോൾ നിർഗുണോപാസന സ്വയം സംജാതമാകും. ഒരു വ്യക്തിക്ക് തന്റെ രൂപഗുണങ്ങളെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അനുഭവത്തിൽ പ്രസ്തുത വ്യക്തി അവ പൂർണ്ണമായി അറിയുന്നു. അതുപോലെ സാധക ദേഹം ദേവനായി പരിവർത്തന വിധേയമായി ആകുമ്പോൾ നിർഗുണത്വം സ്വയം സംജാതമായിക്കൊള്ളും. ദേവതയിൽ നിന്ന് വ്യത്യസ്തനായ സാധകൻ ദേവത തന്നെയാണ്. ഇതിന് ഭാവനയുടെ ആവശ്യമില്ല. അവിടെ രൂപഗുണങ്ങളുടെ ആരോപണം അപ്രസക്തമായിട്ട് ദേവതയായി തന്നെ ഭവിക്കുന്നു. അപ്പൊ സഗുണോപാസന പാകപ്പെടുമ്പോൾ സാധകൻ നിർഗുണോപാസനയിൽ ക്രമത്തിൽ എത്തപ്പെടും. അത് എത്തിച്ചേർന്നോളും. നമ്മൾ അതിനുവേണ്ടി പ്രായോഗികമായിട്ട് ഒരുപാട് എന്താ പറയാ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇപ്പൊ മന്ത്രസാധനയുടെ സൂക്ഷ്മ വിഭജനമാണ് മർക്കടക്രമം എന്ന് പറയുന്നത്. ഈ ക്രമത്തെ കാകമതം കൗളമതം എന്നൊക്കെ ഹംസയോഗ ചന്ദ്രിക സൂചിപ്പിക്കുന്നുണ്ട്. മർക്കടക്രമം അനുസരിച്ച് സാധകൻ മന്ത്രയോഗത്തിലൂടെ യോഗത്തിലും പിന്നെ ഹഠയോഗത്തിലും അവസാനം രാജയോഗത്തിലും പൂർണ്ണനാകുന്നു. മർക്കടക്രമം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ശരീരം നശിക്കുന്നു പിന്നെയും തുടർന്നുള്ള ജന്മത്തിൽ പൂർവ്വവാസന പ്രേരകമായിട്ട് ഉത്തമ ആചാര്യ സംസർഗമുണ്ടായി രാജയോഗം എന്ന പശ്ചിമ മാർഗം അറിഞ്ഞ്
ഫലസിദ്ധി ഉണ്ടാകുമെന്ന് ഹംസചന്ദ്രിക പ്രസ്താവിക്കുന്നു. ഏതെങ്കിലും മന്ത്രത്തെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രയോഗമെന്നും മന്ത്രാഭ്യാസത്തിൽ പരമമായ നാദത്തിൽ ലയിച്ചിരിക്കുന്നത് ലയയോഗമെന്നും നാദാനുസന്ധാനത്തിൽ പ്രാണവായുവിനെ വശപ്പെടുത്തുന്നത് ഹഠയോഗമെന്നും മന്ത്രലയ ഹഠയോഗ അഭ്യാസങ്ങളാൽ ജ്ഞാനോപായ മനോവൃത്തി രഹിതമായ അവസ്ഥയെ രാജയോഗമെന്നും ഹംസചന്ദ്രിക പറയുന്നുണ്ട്. അപ്പൊ മേൽ വിവരിക്കപ്പെട്ട പോലെ സാധനാ ഭേദങ്ങൾ 3 വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പരമ്പര വ്യതിയാനത്തിലും ആചാര്യ നിർദ്ദേശത്തിലും ഗ്രന്ഥഭേദങ്ങളിലും അനേകം സാധനാ ഭേദങ്ങൾ നിലവിലുണ്ട്. അപ്പൊ സാധനാ ഭേദങ്ങൾ ഉണ്ടെങ്കിലും സാധന എപ്പോഴും ഭക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. തന്ത്രസാധന പ്രമാണങ്ങൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ച് പ്രാപിക്കുക അല്ലെങ്കിൽ അറിയുക എന്നത് മാത്രമാകണം. അതിനായി ഏത് രീതി വേണമെങ്കിലും അവലംബിക്കാം. സാധകൻ സാധനയുടെ ശരിയായ വഴിയിലാണെങ്കിൽ അത്ഭുതകരമായ മാർഗങ്ങൾ തുറന്നു കിട്ടും. വിനിയോഗിക്കുക മാത്രമാണ് സാധകന്റെ ലക്ഷ്യം. അപ്പൊ പരാശക്തി ഭാവം ജ്ഞാനാവസ്ഥയിൽ സാധകനിൽ ജനിക്കുന്നു. ശേഷമുള്ള അനുഭവങ്ങൾ സാധകരുടെ വാസനാ ഗുണമനുസരിച്ച് വ്യത്യസ്തപ്പെട്ടെന്നിരിക്കും. അനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ച് മുന്നോട്ട് പോവുക, ഭക്തിയിലും വിശ്വാസത്തിലും ഊന്നിയ സമരാവേശമാണ് ഇതിന് ആദ്യം ഉണ്ടാകേണ്ടത്. എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന മാനസികാവസ്ഥ സാധകൻ സ്വയം സ്വരൂപിക്കണം. അത്തരം അന്വേഷകരും അവസാനം തന്റെ ശക്തിയെ ദേവതാ ചൈതന്യമായി തിരിച്ചറിയും. ഇത് അറിവല്ല, ശരിക്കും അനുഭവമായി ഭവിക്കണം. ആദ്യം അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. യുക്തി തന്ത്രസാധനയിൽ ഉൾക്കൊള്ളാതിരിക്കുക. ലോകർ വിഡ്ഢിയാണെന്ന് വിധി എഴുതുമായിരിക്കാം, പ്രശംസിക്കും പണ്ഡിതർ. പണ്ഡിതൻ എന്ന വിളിപ്പേരിനും തന്ത്രസാധനയെ സമീപിക്കരുത്. അങ്ങനെയായാൽ തന്ത്രസാധനയുടെ വഴികൾ അടഞ്ഞു പോകും. അനുഭവങ്ങൾ യുക്തിയിൽ മാറ്റുരച്ചാൽ മുന്നോട്ട് പ്രയാണം നിലച്ചു പോകും. അനുഭവത്തെ തിരസ്കരിച്ചാൽ നിന്നിടത്ത് തന്നെ നിൽക്കേണ്ടിയും വരും. അപ്പൊ ജ്ഞാനത്തിൽ നിന്ന് യുക്തിക്കതീതമായിട്ടുള്ള അവസ്ഥയിലേക്കുള്ള യാത്രയാണ് തന്ത്രസാധനയുടെ വഴികൾ എന്ന് പറയുന്നത്. സർവ്വതിനും ഉള്ളതിന്റെ ഉറവിടത്തിൽ ഉത്തരം കണ്ടെത്തുക. ലഭ്യമാക്കാത്ത ഉത്തരം ബാഹ്യത്തിൽ എത്തപ്പെടും. സാധകൻ ബാഹ്യാഭ്യന്തര നിരീക്ഷകരായിരിക്കും. അപ്പൊ ബാഹ്യ ആഭ്യന്തര പൊരുത്തപ്പെടലാണ് ലക്ഷ്യം. ഇപ്പൊ പുതിയ കണ്ടെത്തലുകൾക്കുള്ള തൃഷ്ണ ഉണർത്തും. കണ്ടെത്തലുകളും വിശകലനവുമായിരിക്കണം സാധകന്റെ മാനസിക തലം. ഇപ്പൊ കാൽപ്പനികതയിൽ തുടങ്ങി യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്ന തലത്തോളം അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സർവ്വതും പരാശക്തിയിൽ ആരോപിക്കണം. മാർഗത്തിൽ സ്വയം വീർപ്പുമുട്ടുന്നതോടൊപ്പം പരാശക്തിയെ അതിനായി പ്രേരിപ്പിക്കണം. ഗുരു തന്നെയായ പരാശക്തി സാധകനെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. ഇത് വായിക്കുമ്പോൾ സാധകനും പരാശക്തിയും രണ്ട് എന്ന അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് യുക്തി ഉണരുമായിരിക്കാം. പ്രസ്തുത യുക്തിയാണ് ആദ്യം നിരാകരിക്കേണ്ടത്. ആദ്യം സാധകനും ഉപാസ്യ ദേവതയും എന്ന രണ്ടവസ്ഥ ഉണ്ടെന്ന് ഉറപ്പിക്കുക. സാധനയുടെ വഴിയിൽ എപ്പോഴോ സാധകൻ നഷ്ടപ്പെടും. പരാശക്തി അഥവാ ഉപാസ്യ ദേവത മാത്രമായി അവശേഷിക്കും. അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തുവോളം യുക്തിയെ കബളിപ്പിക്കപ്പെടുക തന്നെ വേണം. ഇതാണ് തന്ത്രശാസ്ത്രത്തിന്റെ സമീപനം എന്ന് പറയുന്നത്. ശക്തി, മായ, വ്യക്തി ഇങ്ങനെ 3 സങ്കല്പം തന്ത്രത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ശക്തിയും വ്യക്തിയും ഒന്ന് തന്നെയാണ്. മായ എന്ന ഭാവമാണ് രണ്ടിനെയും വ്യത്യസ്തമായിട്ട് 3 എന്നുള്ള ഭാവത്തിൽ നിലനിർത്തുന്നത്. മായ അഥവാ യുക്തി ഇല്ലാത്തതിനാൽ അവശേഷിക്കുന്നത് ഒന്ന് മാത്രം. പക്ഷെ ഇതിലേക്കുള്ള തിരിച്ചറിവ് ജ്ഞാനത്തിലൂടെ അല്ല, അനുഭവത്തിലൂടെ. ജലത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രബിംബം, ഇതിൽ യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ചന്ദ്രൻ മാത്രമാണ്. ചന്ദ്രനാണ് ശക്തി, അല്ലെ? ജലം മായയാണ്. ജലത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രന്റെ ബിംബം വ്യക്തിയാകുന്നു. ജലത്തിലെ മായയുടെ ചലനമനുസരിച്ച് ചന്ദ്രബിംബവും ചലനാത്മകമാകുന്നു, അല്ലെ? മായയുടെ പ്രതീകമായ ജലത്തിന്റെ അസാന്നിധ്യത്തിലെ യഥാർത്ഥമായ ഏകമായ ചന്ദ്രൻ ഒരു ശക്തി മാത്രമായി അവശേഷിക്കുന്നു. ഇത് തന്നെയാണ് തന്ത്രശാസ്ത്രത്തിലെ ഭിന്നത്വത്തിന്റെ ഏകദർശനം. അപ്പൊ നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ള മാർഗമാണ് ഈ കൗളമാർഗം എന്ന് പറയുന്നത്. അപ്പൊ കൗളമാർഗം എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് നോക്കാം. എന്താണ് കൗളമാർഗം? കുലം എന്നാൽ ശക്തി, അകുലം എന്നാൽ ശിവൻ. അപ്പൊ ഇവയുടെ സാമരസ്യമാണ് കൗളമതം. കുലധർമ്മ പരിപാലനമാണ് കൗളാചാരം എന്ന് പറയുന്നത്. കൗളം എന്നാൽ കുലത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം ധ്വനിക്കുന്നുണ്ട്. അവരവരുടെ വംശപരമ്പരകളിൽ പ്രാപ്തമായ രീതിയിൽ ദേവതയെ ആരാധിക്കുന്ന രീതി. ആ ദക്ഷിണാചാരം, വാമാചാരം, ദിവ്യാചാരം എന്നീ മാർഗങ്ങളിൽ ഏത് മാർഗം തിരഞ്ഞെടുത്താലും അത് പിന്തുടരുന്നതും കൗളാചാരം തന്നെയാണ്. അവർ അവരുടെ പരമ്പരയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുലധർമ്മത്തെ പരിപാലിക്കുന്നു.
പരമ്പര നിർദ്ദേശപ്രകാരമുള്ള നിവേദ്യങ്ങൾ, ധൂപദീപാദികൾ, ആചാരങ്ങൾ, മുദ്രകൾ എന്നിവ പൂർവികർ നിർദ്ദേശിച്ചതുപോലെ പിന്തുടരണം എന്നതാണ് കൗളമാർഗം. ഭോഗയോഗാത്മകം കൗളം, ക്ഷണമുക്ത കൗള എന്നിങ്ങനെ കൗളമാർഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ലൗകിക അനുഭവത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം യോഗാവസ്ഥയിലൂടെ മുക്തി പ്രാപിക്കുകയാണ് കൗളമാർഗം. മുക്തി പ്രജൈവ എന്ന ശക്തി സാധന കൗളമാർഗത്തെ അടിവരയിട്ട് പറയുന്നുണ്ട്. കൗളമാർഗത്തിൽ ഉപാസകൻ ചെയ്യുന്നത് ധർമ്മം, ശക്തി ചൈതന്യമാണ്. കൗളികന്റെ ഉപാസന ദേവത, ശിവശക്തിയുക്തമായിരിക്കുന്ന ആരാധന രീതിയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഉപാസകന് ലൈംഗികത അനുവദനീയമാണ്. കുടുംബ ബന്ധത്തിന്റെ പവിത്രത കുലധർമ്മത്തിന്റെ ആവശ്യകത തന്നെയാണ്. കൗളോപാസകന് ശക്തി സാധനയാണ് ഉപാസനാ മാർഗവും ദേവതയും. ദേവതയ്ക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. വ്യക്തിഗതമാണ് നാമ ആരോപണം. ശക്തിയാണ് എല്ലാത്തിനും കാരണം. കൗളികൻ പ്രപഞ്ചത്തിൽ കാണുന്ന താനുൾപ്പെടെയുള്ള സർവ്വതിനെയും പരാശക്തിയുടെ അവസ്ഥയായി കാണുന്നു. കൗളിക ഭാവത്തിൽ എത്തപ്പെട്ട വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തിയും സംവാദവും സംവേദവും പരാശക്തിയോട് മാത്രമായിരിക്കും. സ്വധർമ്മത്തിൽ നിമഗ്നനാണെങ്കിലും കൗളികന്റെ ശ്രദ്ധ ശക്തിയിൽ സ്ഥിരപ്പെട്ടതായിരിക്കും. ശക്തിയിൽ നിന്ന് വിഭിന്നമായി തനിക്ക് അസ്തിത്വമില്ല എന്നവൻ തിരിച്ചറിയുന്നു. കൗളികൻ സ്വയം ശിവനായി ഭാവിച്ചിരിക്കുന്നു. കൗളമതത്തിൽ എത്തപ്പെട്ട ഒരാൾക്ക് ശക്തി മൂലാധാരത്തിലല്ല സഹസ്രാരത്തിലെ പ്രപഞ്ചശക്തി തന്നെയാണ്. കൗളമതക്കാർക്ക് തന്റേതായിട്ടുള്ള സാധനാക്രമം, ദർശനം, സ്വതന്ത്ര ചിന്തകൾ, കർമ്മ മേഖല എന്നിവ ഉണ്ടാകും. അത് ഒരു സമൂഹം അംഗീകരിക്കണമെന്ന ആഗ്രഹവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ചില കൗളമാർഗ ഉപാസകർ സമൂഹത്തിൽ നിന്ന് അടർന്നു മാറി രഹസ്യ അനുഷ്ഠാനങ്ങളായിട്ട് വർത്തിക്കുന്നുണ്ട് ഇന്ന്. ശക്തി സാധന ചെയ്ത് ശക്തനായ കൗളികൻ ബോധതലത്തിൽ ശാക്തേയനായി വർത്തിക്കണം. പരാശക്തി തന്നെയാണ് ഗുരുവും ദൈവവും. ആന്തരികമായി ഗുരുവിനോട് ഈ അടുപ്പം, ബന്ധം നമ്മൾ നിലനിർത്തണം. ബാഹ്യത്തിലെ കുലധർമ്മത്തിൽ മുഴുകിയിരിക്കുകയും വേണം. വേഷഭൂഷാദികൾ കൊണ്ട് പ്രകടമാക്കാതെയും സിദ്ധികൾ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. മണിമന്ദിരമല്ല, ഏതവസ്ഥയിലും നിയന്ത്രിതമായിരിക്കുന്ന ശാന്തതയാണ് സാധനാഗൃഹം. വ്യാപിക്കുന്ന ശക്തിസ്പന്ദനമാണ് സൃഷ്ടിക്ക് ആധാരം. ഓരോ സാധനയിലും പുതു സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അറിയണം, അനുഭവിക്കണം, അതായി മാറണം. വേറിട്ട വ്യക്തിത്വമായ കൗളൻ അശാന്തിയിൽ നിന്ന് ശാന്തത അനുഭവിക്കുകയും കുലമഹിമ, കുലധർമ്മം, സദാചാരം, പരാശക്തിയോടുള്ള അനുഭവം എന്നിവ മുറുകെ പിടിക്കുകയുമാണ്. ഭീരുവിന്റെ ബഹളമല്ല, ധീരന്റെ നിശബ്ദതയാണ് ഈ സമ്പ്രദായത്തിന്റെ സവിശേഷത. സ്വയം ശക്തിയിൽ ലയിക്കാനായി ജീവിക്കുന്ന കൗളികന് മരണഭയമില്ല. ശക്തി ലയന ദാഹമാണ് മുഖത്തിന്റെ വ്യഗ്രതാ ഭാവം എന്നുള്ളത്. നിയമബന്ധിതമല്ല കൗളമാർഗം. മുമ്പിൽ എത്തുന്നതിനെ സ്വീകരിക്കാനാണ് ഇതിലെ പൊതു സ്വഭാവം. വിശ്വാസമല്ല, അത് ഉണ്ടെന്ന് ഉറപ്പിക്കലാണ് കൗളമതം. അനുഭവമാണ് പ്രമാണം. യത് അനുഭൂയതേ തത് പ്രമാണം. ആശയ ദാരിദ്ര്യമല്ല, ആശയ സമ്പന്നതയാണ് കൗളമാർഗം. ആർഭാടമല്ല, ലളിത ജീവിതമാണ് ജീവിതചര്യ. സംവാദമല്ല, ചിന്തയാണ്. ആശയവിനിമയം, നിശബ്ദതയാണ് സിദ്ധി. നാദാനുസന്ധാനത്തിന്റെ സാധനാമാർഗം. നാദാന്തമാണ് ആനന്ദം, ആനന്ദമാണ് ധ്യാനാവസ്ഥ, നാദലയമാണ് കൗളന്റെ സമാധി. കൗളമാർഗത്തിൽ പ്രധാനമായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കുണ്ടലിനി എന്നുള്ളത്. അപ്പൊ കുണ്ടലിനി തത്വം എന്താണ്? കൗളമാർഗത്തിലെ പൂജാതത്വം കുണ്ടലിനി തത്വത്തിൽ അധിഷ്ഠിതമാണ്. അകുലനും നിശ്ചലനുമായ ശിവനെ കുലയായ ചലനാത്മക ശക്തിയിൽ പ്രേരിതനാക്കി യോഗ്യമാക്കുന്ന യോഗ തത്വമാണ് കുണ്ടലിനി യോഗമാർഗം. സഹസ്രദള പത്മത്തിന്റെ ഊർധ്വദളമാണ് അകുലം എന്ന് പറയുന്നത്. അതായത് സുഷുമ്ന നാഡിയുടെ ഊർധ്വഭാഗം. അങ്ങനെയുള്ള അകുലത്തിൽ ഭവിച്ചിരിക്കുന്ന ദേവിയെ അകുല എന്ന് ലളിതാ സഹസ്രനാമ മന്ത്രം വിശേഷിപ്പിക്കുന്നു. കുലാചാരത്തിനും അതീതമായ അകുലാചാരമാണ് സമയാചാരം എന്ന് പറയുന്നത്. അവിടെ ശിവൻ ശക്തിയെ അറിയുന്നു. ശിവൻ അഥവാ സാധകൻ ശക്തിയുടെ അനുഭവത്തിൽ ശക്തിയായി അഥവാ കുണ്ടലിനി ദേവിയായി ഭവിച്ചിരിക്കുന്നു. അകുലനായ ശിവനോട് കുലയായ ശക്തി സംയോഗം സംഭവിക്കുന്നതാണ് കൗളമാർഗത്തിലെ കുണ്ടലിനി തത്വം എന്നത്. ബ്രഹ്മാണ്ടത്തിലെ ദേവിയുടെ സൂക്ഷ്മരൂപത്തെ പ്രപഞ്ചശക്തി എന്ന് വിശേഷിപ്പിച്ച ശേഷം പിണ്ടാണ്ടത്തിലെ, അതായത് ശരീരത്തിലെ ദേവിയുടെ സൂക്ഷ്മരൂപത്തെ കുണ്ടലിനി ശക്തി എന്ന് തന്ത്രശാസ്ത്രം വിശേഷിപ്പിക്കുന്നു. കുണ്ടലിനി ശക്തിയെ പെൺ സർപ്പരൂപമായിട്ട് ഭാവാത്മകമായിട്ട് തന്ത്രശാസ്ത്രം പറയുന്നു. 3.5 ചുറ്റായി നട്ടലിന്റെ കീഴ്ഭാഗമായ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് സങ്കല്പം. 3.5 ചുറ്റ് എന്ന് പറഞ്ഞാല് മം എന്ന നാദവും അരച്ചുറ്റായിരിക്കുന്ന അർത്ഥമാത്രയും ചേർന്ന് ഓങ്കാര രൂപിണിയായി അഥവാ നാദരൂപിണിയാണ് കുണ്ടലിനി ദേവി. മിന്നൽ പോലെ പെട്ടെന്നോ അല്ലെങ്കിൽ ഇഴഞ്ഞോ നട്ടലിന്റെ നടുവിലുള്ള സുഷുമ്ന നാഡിയിൽ കൂടി ഉയർന്ന
സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞാചക്രങ്ങളെ വിടർത്തി അതോടൊപ്പം രുദ്രഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥികളെ ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ എത്തപ്പെടുന്നു. അവിടെ ശിവനുമായി ശക്തിയുടെ യോഗം സംഭവിക്കുന്നു. പ്രസ്തുത മേളനത്തിൽ നിന്ന് പൊഴിയുന്ന അമൃതധാര സാധക ശരീരത്തിലെ സർവ്വനാഡീ ഞരമ്പുകളെയും ഒഴുക്കി സാധകൻ കാലബന്ധമില്ലാത്ത കേവലാനന്ദം അനുഭവിക്കുന്നു. സഹസ്രദള പത്മം ഉൾപ്പെടെയുള്ള 7 ചക്രങ്ങളും 3 ഗ്രന്ഥികളും താരതമ്യപ്പെടുത്തി ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ പ്രകീർത്തിക്കുന്നുണ്ട്. ഇപ്പൊ കുണ്ടലിനി ശക്തി സർവ്വ ശരീരത്തിലെയും സചേതനമായ ദൈവിക ഊർജമാണ്. സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശമാണ് കുണ്ടലിനി ശക്തിയായിട്ട് പറയപ്പെടുന്നത്. ഇച്ഛാശക്തി പ്രേരിതമായി സർവ്വ ചിന്തകളെയും മൂലാധാരത്തിൽ പ്രതിഷ്ഠിതമാക്കിയ ബ്രഹ്മ തേജസ്സായിട്ടത് നിലകൊള്ളുന്നു. കുണ്ടലിനി ശക്തിയിൽ കേന്ദ്രീകരിച്ചാൽ പ്രസ്തുത ശക്തി സ്വയം ഉണരും. കുണ്ടലിനി ശക്തിയെ ചലനാത്മകമാക്കാൻ കുറുക്കുവഴികൾക്കോ ഉപകരണങ്ങൾക്കോ സാധ്യമല്ല. സ്വയം ഉദ്ദീപിക്കപ്പെടേണ്ടതാണ്. അതിലേക്കുള്ള ഇച്ഛയും ശ്രദ്ധയും മാത്രമാണ് ഉപാധി. വ്യക്തിയിൽ നിന്ന് ബാഹ്യത്തിലേക്ക് വികരണം ചെയ്യപ്പെടുന്ന ഊർജം കുണ്ടലിനിയെ നിശബ്ദയാക്കും. വ്യക്തി കുണ്ടലിനിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഊർജം കുണ്ടലിനിയെ ചലനാത്മകമാക്കുകയും ചെയ്യുമെന്ന് സാരം. നാസ്തികതയുടെ ഭാഗമായിട്ട് കുണ്ടലിനി ശക്തിയെ സമീപിക്കുന്ന യോഗ രീതികൾ ഇന്ന് നിലവിലുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി എന്ന നാമത്തിൽ ദേവിയെ പ്രകീർത്തിക്കുന്നുമുണ്ട്. ലളിതാ സഹസ്രനാമം ഗൂഢാർത്ഥത്തിൽ പിന്തുടർന്നാൽ താന്ത്രിക സാധനയിലെ കുണ്ടലിനി തത്വ പ്രാധാന്യം നമുക്ക് അറിയാൻ സാധിക്കും. സുഷുമ്ന നാഡിക്ക് കുലം എന്നൊരർത്ഥമുണ്ട്. കുണ്ടലിനി ശക്തിയെ ദേവിയുടെ കുലം അഥവാ സുഷുമ്ന നാഡിയെ സഞ്ചാരപാതയായിട്ടും സാധക ശരീരത്തെ ശിവനായിട്ടും ഭാവന ചെയ്യുന്ന ഉപാസകൻ കുണ്ടലിനി ദേവി തന്നെയായി ഭവിക്കും. ഭവാനി ഭാവനാഗമ്യ എന്ന ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ വിശേഷിപ്പിക്കുന്നുമുണ്ട്. എന്തിനെ നിരന്തരം ഭാവന ചെയ്യുന്നു അതായി ഭവിക്കും. ഭാവം തത് ഭവതി. ഇത് തന്നെയാണ് ബേസിക് പ്രമാണം. ഇപ്പൊ കുണ്ടലിനി ശക്തിയുടെ കുലം അഥവാ സുഷുമ്നയിലൂടെ സഞ്ചാര വഴികൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ ശരീരത്തിന്റെ 6 ചക്രങ്ങളും യഥാക്രമം പൃഥ്വി, അഗ്നി, ജലം, വായു, ആകാശം, മനസ്സ് എന്നിവയുടെ സ്വരൂപവും രൂപം, സ്പർശം, രസം, ഗന്ധം, ശബ്ദം എന്നീ തന്മാത്രകളും 6ാമത്തേത് പ്രപഞ്ച മനസ്സും തന്നെയാകുന്നു. ഇവയെല്ലാം സംഹരിച്ച് കുണ്ടലിനി ദേവി സഹസ്രദള പത്മത്തിൽ ശ്രീങ്കാരേശ്വരിയായ മഹാപ്രകൃതിയിൽ ഭവിക്കുന്നു. ഇതാണ് കുണ്ടലിനി തത്വം. ഇനി കുണ്ടലിനി ശക്തിയുടെ പ്രയാണ വഴി നോക്കുകയാണെങ്കിൽ പക്ഷാന്തമുള്ള വിഷയമാണത്. കുണ്ടലിനി ശക്തിയുടെ പ്രയാണ വഴി അതുകൊണ്ട് തന്നെ അസന്ദിഗ്ധമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തതാണ്. കുണ്ടലിനി ശക്തിയുടെ നിഗൂഢതകൾ ആചാര്യമഹത്തുക്കൾ അവരുടേതായിട്ടുള്ള വീക്ഷണത്തിൽ വ്യത്യാസമായ പ്രയാണ വഴികളും സാധനാമാർഗങ്ങളും നിർവചിച്ചിട്ടുണ്ടെങ്കിലും താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച് കാണുന്നതും ഉപദേശക്രമത്തിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള രീതി നമുക്ക് നോക്കാം. ശരം നോക്കുക എന്നൊരു സമ്പ്രദായം ജ്യോതിഷത്തിൽ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശരം നോക്കുക എന്നാല് ശ്വാസ നിരീക്ഷണം നടത്തുക എന്നാണ് അർത്ഥം. അപ്പോ ആ ഒരു പ്രശ്നമാർഗം, ജ്യോതിഷത്തിന്റെ പ്രശ്നമാർഗം ശ്വാസ നിരീക്ഷണത്തിന് പ്രാധാന്യം നൽകി വിവരിക്കുന്നുണ്ട്. അപ്പൊ കാര്യം ശ്വാസ പരീക്ഷണം. പ്രതിദിനം ബുദ്ധ്വാ പ്രഭാതാഗമേ, പ്രഭാത സമയത്തില് ദിവസവും ശ്വാസ പരീക്ഷണം നടത്തേണ്ടതാണ് എന്ന് പ്രശ്നമാർഗം പറയുന്നുണ്ട്. അപ്പൊ ശ്വാസ നിരീക്ഷണം നടത്താനുള്ള വഴി വളരെ എളുപ്പമാണ്. വലത് കൈ നിവർത്തി താടിയെല്ല് പെരുവിരലിൽ താങ്ങി നിർത്തി മറ്റു വിരലുകളുടെ നാസാദ്വാരങ്ങളുടെ മധ്യത്തിന് സമാന്തരമായി പിടിക്കുക. അതായത് ചെറുവിരൽ താടിക്ക് താഴെയും മറ്റു വിരലുകൾ നെറ്റിയെ ചൂണ്ടിയും നിൽക്കും. പ്രസ്തുത മുദ്രയിൽ നിന്നുകൊണ്ട് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുത്ത് അല്പസമയം ശ്വാസം ഉള്ളിൽ നിർത്തിയ ശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ ശ്വാസത്തിന്റെ സ്പർശം കൂടുതലായിട്ട് കൈവെള്ളയിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ പ്രസ്തുത സമയത്ത് സഞ്ചാരം ഇടാനാസദ്വാരത്തിലൂടെ, അതായത് ഇടാനാഡി, ചന്ദ്രനാഡി അപ്പൊ സചേതനമാണ് എന്നറിയാം. ആ നാഡിയിലൂടെയാണ് ശ്വാസം നടക്കുന്നതെന്ന് അറിയാം. ശ്വാസസ്പർശനം കൈയുടെ പുറംഭാഗത്ത് കൂടുതൽ അനുഭവപ്പെടുന്നെങ്കിൽ ശ്വാസസഞ്ചാരം വലത് നാസദ്വാരത്തിലൂടെ, അതായത് പിംഗള നാഡി അല്ലെങ്കിൽ സൂര്യനാഡി എന്ന് നമ്മൾ തിരിച്ചറിയണം. ശ്വാസം സഞ്ചരിക്കാൻ ഏത് നാഡിയാണോ ആ പ്രസ്തുത നാഡി തദവസരത്തിലെ കുണ്ടലിനി ശക്തിയുടെ സ്വാധീനമായിട്ട് ഭവിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ ഇടാനാഡി എന്ന് പറയുന്നത് ഇടത് നാസാദ്വാരം അല്ലെങ്കിൽ പിംഗളാനാഡി വലത് നാസാദ്വാരം. ഇതിൽ ഏതെങ്കിലും ഒരു നാഡിയിലൂടെ മാത്രമേ ശ്വാസനിശ്വാസം വ്യക്തമായ തോതിൽ സചേതനമായി ഇരിക്കുകയുള്ളൂ. ഇടയിൽ നിന്ന് പിംഗളയിലേക്കും തിരിച്ചും ഏത് നിമിഷവും ശ്വാസചംക്രമണം മാറാം. കൂടുതൽ ശ്വാസഗതി അനുഭവപ്പെടുന്ന നാഡിയാണ് പ്രസ്തുത സമയത്തെ കുണ്ടലിനി ശക്തിയുടെ സ്വാധീന നാഡി.
പീഡയെയും പിങ്കളയെയും നിശബ്ദമാക്കി രണ്ട് നാഡിക്കും മധ്യത്തിലുള്ള സുഷുമ്നയിലൂടെ ശ്വാസം സാധ്യമാക്കുന്നതാണ് യോഗ തത്വങ്ങളുടെ ലക്ഷ്യവും യോഗിയുടെ ലക്ഷണവും. അപ്പോ ഈ ശരം നോക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റാൽ കിടക്കയിൽ അല്ലെങ്കിൽ വടക്ക് അഭിമുഖമായിരുന്ന് നമുക്ക് എന്താ പറയാ, ഇരു കൈയിലും മലർത്തി പിടിച്ച് കരത്തിനുള്ളിൽ ഉപാസനാ മൂർത്തിയെ ഭാവന ചെയ്ത് വണങ്ങണം. ഉപാസനാമൂർത്തി ചൈതന്യമുള്ള കരങ്ങൾ കൊണ്ട് സ്വശരീരത്തിലെ ശിരസ് മുതൽ പാദം വരെ ഉപാസനാമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് 3 പ്രാവശ്യം തടവുക. ഇതിനെയാണ് നമ്മൾ വ്യാപകം എന്ന് പറയുന്നത്. ശേഷം ശ്വാസ പരീക്ഷണം ചെയ്ത് സചേതനമായ കുണ്ടലിനി സ്വാധീനമുള്ള നാഡി അതിനെ തിരിച്ചറിയുക. ഏത് വശത്തുള്ള നാഡിയാണോ സചേതനമായത് പ്രസ്തുത നാഡീവശത്തുള്ള കരങ്ങൾ കൊണ്ട് ഭൂമിയെ സ്പർശിച്ച് വണങ്ങുക. അതേ വശത്തുള്ള കാലുകൾ ആദ്യമായി ഭൂമിയിൽ സ്പർശിക്കുക. ശേഷം 2 പാദങ്ങളും ഭൂമിയിൽ സ്പർശിച്ച് ഉപാസനാദേവിയുടെ ധ്യാന ശ്ലോകം ചൊല്ലി നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഇത് പൗരാണികമായ ഒരു വിശ്വാസമാണ്. കാരണം ഇത് എല്ലാ കൗള ഉപാസകനും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇല്ലെങ്കിൽ 2 ശ്വാസത്തിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം എന്താ പറയാ നമ്മുടെ കുണ്ടലിനി ശക്തി സുഷുമ്നയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് ഭാവിക്കുകയും ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് സാധ്യമാകുന്നത് അതുപോലെ ചെയ്യാം. എന്തായാലും ശരഭാഗത്തെ കുണ്ടലിനി ശക്തിയുടെ സ്വാധീനം എന്ന് ശാസ്ത്രം സമർപ്പിക്കുന്ന കുണ്ടലിനി ശക്തിയുടെ പ്രയാണ വഴികൾ വിവരിക്കുന്നത് തന്നെയാണ്. താന്ത്രിക പൂജയിലെ ദേവതയെ ആവാഹിക്കുന്ന സമയത്ത് പൂജകൻ ശ്വാസ നിരീക്ഷണം നടത്തി ആ സമയത്തെ കുണ്ടലിനി സ്വാധീനമുള്ള നാഡിയെ തിരിച്ചറിഞ്ഞിട്ടാണ് അതിലൂടെയാണ് നമ്മൾ വെളിയിലേക്ക് ദേവതയെ പൂജയ്ക്ക് വേണ്ടി ആവാഹിക്കുന്നത്, ബാഹ്യതലത്തിലേക്ക് ആവാഹിക്കുന്നത്. കുണ്ടലിനി ശക്തിയുടെ പ്രയാണ വഴി മേൽ പ്രസ്താവിച്ച ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ മൂലാധാരത്തിൽ നിന്നും പൂജകൻ സചേതനമാക്കിയ കുണ്ടലിനി ശക്തിയെ സചേതനമായ നാഡിയിലൂടെ മുകളിലേക്ക് ഉയർത്തി ആജ്ഞാചക്രത്തിൽ പ്രവേശിക്കാതെ ആജ്ഞാചക്രത്തെ ചുറ്റി സചേതനമല്ലാത്ത നാഡിയിൽ പ്രവേശിച്ച് താഴോട്ട് ഇറങ്ങി സുഷുമ്ന നാഡിയിലുള്ള സ്വാധിഷ്ഠാന സമീപമുള്ള ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് സുഷുമ്ന നാഡി മുകളിലേക്ക് കയറി അനാഹത ചക്ര സമീപമായിരിക്കുന്ന വിഷ്ണു ഗ്രന്ഥിയെ ഭേദിച്ച് വീണ്ടും മുകളിലേക്ക് പ്രയാണം തുടങ്ങുന്നു. ആജ്ഞാചക്ര സമീപമായ രുദ്രഗ്രന്ഥിയെ ഭേദിച്ച് കുണ്ടലിനി ശക്തി ആജ്ഞാചക്രത്തിൽ പ്രവേശിക്കുന്നു. ഇങ്ങനെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആധാരചക്രങ്ങളിൽ ശക്തിപൂരിതമാക്കി ആജ്ഞാചക്രത്തിൽ എത്തപ്പെട്ട കുണ്ടലിനി ശക്തി സാധക ശരീരം മുഴുവൻ മാസ്മരികമായ അനിനിയന്ത്രിതമായിരിക്കുന്ന ഒരു ഊർജത്തെ സ്വീകരിക്കാൻ പ്രാപ്തമാക്കിയ ശേഷം സഹസ്രാരപത്മം എന്ന മഹത്വത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. സാധകൻ ദേഹബോധം മറന്ന ഒരു അവധൂതനായിട്ട് അഥവാ സമയായി ഭവിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ സാധനയുടെ അവസാന ഭാഗം. ഇപ്പൊ താന്ത്രിക പൂജാക്രമത്തിന് സങ്കല്പാധിഷ്ഠിതമായിട്ട് മേൽ വിവരിച്ച പ്രയാണ വഴികൾ മുദ്രകളിലൂടെ പ്രകടമായിട്ട് ചെയ്യുന്നു. ഓരോ പരമ്പരയ്ക്കും അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അത് തന്നെയായിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്. കുണ്ടലിനി ശക്തി ആജ്ഞാചക്രത്തിൽ പ്രവേശിച്ചാൽ പൂജകന് ഭാവന പ്രേരിതനായിട്ട് സചേതനമായ നാസാധാരത്തിലെ നിശ്വാസ വായുവിലൂടെ ശക്തി അംശത്തെ അഥവാ പ്രാണാംശത്തെ സാധകൻ കരത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന പുഷ്പത്തിൽ പ്രതിഷ്ഠിതമാക്കി ദേവതയെ ബാഹ്യത്തിലേക്ക് ആവാഹിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ഉപാധി തന്ത്രിയുടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയാൻ കാരണവും. സാധാരണ താന്ത്രിക പൂജയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പുഷ്പത്തിൽ സാന്നിധ്യമായ പൂജകന്റെ പ്രാണാംശത്തെ മുകളിലുള്ള പീഠത്തിൽ അഥവാ ദേവത ഉപാധിയിൽ അവരോധിച്ച രൂപം, ഗുണം, ആയുധം, ആഭരണം, വസ്ത്രം എന്നിവ പൂജകന്റെ ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിച്ച് ആരാധിച്ച് നിവേദ്യാദി ദീപാരാധന ചെയ്ത് പൂജ പൂർത്തിയാക്കുന്നു. ശേഷം തന്നിൽ നിന്നും ബാഹ്യത്തിൽ സങ്കല്പിച്ച് അഥവാ ആവാഹിച്ച് ആരാധിച്ച കുണ്ടലിനി ശക്തിയെ ബാഹ്യത്തിലായിരുന്നപ്പോൾ ആരോപിച്ചിരുന്ന രൂപഗുണാദി സവിശേഷങ്ങളും മുദ്രകളും കാണിച്ച് നീക്കം ചെയ്ത് നിർഗുണമായ ശക്തി ചൈതന്യമാക്കി മുദ്രാക്രമത്തിൽ സാധകൻ അഥവാ പൂജകൻ സചേതനമായ നാസ്വാധാരത്തിലൂടെ പൂജകൻ തന്റെ മൂലാധാരത്തിൽ തിരികെ നിക്ഷേപിക്കുന്നു. ഇതിനെയാണ് ഉദ്ധ്വംസനം എന്ന് പറയുന്നത്. ആവാഹനവും ഉദ്ധ്വംസനവും പൂജയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. ഇതാണ് കുണ്ടലിനി ശക്തിയുടെ പ്രായോഗിക തലം എന്ന് പറയുന്നത്. ഇപ്പൊ താന്ത്രിക പൂജാക്രമം ബാഹ്യത്തിൽ ദൃഢപ്പെടുന്ന വിധത്തിൽ പലവുരി ചെയ്താൽ കുണ്ടലിനി ശക്തി തന്റെ ആ സഞ്ചാരപദം ആവർത്തനത്തിലൂടെ ഭൗതികവും ആത്മീകവുമായ തടസ്സങ്ങൾ നീക്കി താന്ത്രിക സാധനയുടെ പരമമായ ഒരു അവസ്ഥ, അതായത് അനുഭവമായ സഹസ്രാര പത്മത്തിൽ കുണ്ടലിനി ശക്തി കാലക്രമത്തിൽ തീർച്ചയായും എത്തപ്പെടുക തന്നെ ചെയ്യും. ഒരിക്കൽ അവിടെ എത്തപ്പെട്ടാൽ സാധകൻ കൗളാചാരത്തിൽ നിന്ന് സാമാന്യാചാരിയായിട്ട് മാറുകയും ചെയ്യും.
അപ്പൊ തന്ത്രശാസ്ത്രം തന്നെയാണ് കൗളം. കൗളം കുണ്ടലിനി സംബന്ധമാണ്. കുണ്ടലിനി സാക്ഷാൽ പരാശക്തി തന്നെയാണ്. അതിൽ അധിഷ്ഠിതമായ പഞ്ചമകാരം ഭാവന സംബന്ധി, അതായത് ഭാവന അനുസംബന്ധിയാണ്, അല്ലാതെ പ്രായോഗിക സംബന്ധി അല്ല. ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയും വിഷ്ണുഗ്രന്ഥി വിഭേദിനിയും രുദ്രഗ്രന്ഥ വിഭേദിനിയും സാക്ഷാൽ പരാശക്തി തന്നെയാണ്. ഇതാണ് നമ്മള് എന്താ പറയാ കൗളമാർഗം എന്ന് പറയുന്നത്. എന്താണ് തന്ത്രശാസ്ത്രത്തിലെ ദേവി തത്വം? നമ്മൾ അതും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. ശാസ്ത്രമയി എന്നാണ് ലളിത സഹസ്രനാമത്തിലെ ദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർവവിദ്യയും ദേവിയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ബ്രഹ്മത്തെ തന്ത്രശാസ്ത്രം ദേവിയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മരൂപ എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. തന്ത്രശാസ്ത്രത്തിന്റെ സർവാധികാരം സർവതന്ത്രേശി എന്ന് ലളിതാ സഹസ്രനാമ മന്ത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ സർവമന്ത്രസ്വരൂപിണിയും സർവയന്ത്രാത്മികയും സർവതന്ത്രരൂപയും ദേവി തന്നെയാണ്. ശാസ്ത്രസാരവും മന്ത്രസാരവും ദേവിയാണ്. ഇങ്ങനെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രാർത്ഥത്തിലൂടെ കടന്നുപോയാൽ പൂജ്യയായ മഹാമായയുടെ മഹാശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്ത്രശാസ്ത്രം ബ്രഹ്മത്തെ നാരീ സ്വഭാവമുള്ള ശക്തി എന്ന് ആരോപിച്ച് അതിലൂടെ അതായി മാറാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശക്തി പൂജയുടെ വേരുകൾ തന്ത്രത്തിൽ ആഴത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുക. വേദങ്ങളിലും ദേവി പൂജ നിബദ്ധമാണ്. പവിത്രമായ ഗായത്രി മന്ത്രം വേദങ്ങളുടെ കണ്ടെത്തലുകളാണ്. അപ്പോ ഇത് മാത്രമല്ല, ഋഗ്വേദ അന്തർഗതമായിരിക്കുന്ന ദേവി സൂക്തം ദേവി സ്വരൂപത്തെ ബ്രഹ്മം തന്നെയാണെന്ന് പ്രസ്താവിക്കുന്നു. ശ്രീ സൂക്തം ദേവി പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ്. ആഗമങ്ങളിലും വേദങ്ങളിലും ദേവി പ്രാധാന്യം വിന്യസിച്ച് കാണുന്നുമുണ്ട്. സൗന്ദര്യലഹരിയിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തുടങ്ങുന്നത് തന്നെ ശക്തിക്ക് വിഭജിക്കാൻ കഴിയാത്ത പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്. ശക്തിയിൽ നിന്നും അന്യമായി ശിവന് ചലനാത്മകത ഇല്ല എന്ന് ആചാര്യൻ അസന്ദിഗ്ധമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ആവർത്തിച്ച് തെളിയിക്കുക എന്നതാണ് ഭാവനാത്മകമായിട്ട് സൗന്ദര്യ ലഹരി ചെയ്യുന്നത്. ഇപ്പൊ ഉപനിഷത്തിൽ ദേവി പ്രാധാന്യമുള്ള അനേക ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ പ്രസ്താവ്യമാണ്. ഭാവനോപനിഷത്ത് പരാശക്തി സങ്കല്പം നേരിട്ട് ഭൗതികമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. പരാശക്തി സങ്കല്പമായിരിക്കുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരി സങ്കല്പത്തിൽ കൂടുതലും വിലയിരുത്തപ്പെടുന്നു. ദേവിക്ക് സ്വാധീനമായ ഒരു യന്ത്രമായി മാറാൻ നമ്മുടെ ശരീരത്തെ അനുവദിക്കുകയാണെങ്കിൽ മാനുഷ സഹജമായിട്ടുള്ള ചിന്തകൾക്കപ്പുറം സഞ്ചരിക്കാനും അറിയാനും കഴിയും. പരാശക്തിയുടെ ഇച്ഛാശക്തിയാണ് ബ്രഹ്മകോടികളായിട്ട് ഭവിച്ചിരിക്കുന്നത്. ഇതേ ഇച്ഛാശക്തി സർവ്വചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്നതാണ് താനും. അപ്പൊ ചരാചര ജഗന്നാഥ ലളിതാ സഹസ്രനാമം അമ്മയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രസ്തുത ബോധ്യപ്പെടുത്തലിലൂടെ തന്ത്രശാസ്ത്രം കടന്നുപോകുന്നു. ദേവതാഭാവം എന്തായാലും തന്ത്രശാസ്ത്രം അവസാനം സാധകനെ എത്തിക്കുന്നത് ശക്തി സാധനയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രശാസ്ത്രത്തിന്റെ ലക്ഷ്യവും അവിടെ മുതൽ തന്ത്രശാസ്ത്രം നിശബ്ദമാവുകയും ചെയ്യുന്നത്. സാധകൻ സചേതനനാകും. ഏതിന്റെയോ ഇച്ഛാപ്രേരിതമായിട്ട് സാധകൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. ശക്തി സാധനയിലെ സമീപനത്തിലെ ഭിന്നതയെ അവലംബിച്ച് ഉപവിദ്യ, മഹാവിദ്യ, പരാവിദ്യ എന്ന് 3 രൂപത്തിൽ വിദ്യയെ വേർതിരിച്ചിട്ടുണ്ട്. ഉപവിദ്യ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക നേട്ടങ്ങൾക്ക് മാത്രം താന്ത്രികതയെ ഉപയോഗിക്കുന്ന രീതിയാണ് ഉപവിദ്യ. അല്പസിദ്ധികൾ പ്രദാനം ചെയ്യുന്ന യോഗിനി, യക്ഷിണി എന്നീ സങ്കല്പങ്ങളെ ആശ്രയിച്ച് ഭൗതിക നേട്ടത്തിനും അന്യദ്രോഹത്തിനും ഉപയോഗപ്പെടുത്തുന്ന വിദ്യ. ഉപവിദ്യ ക്ഷിപ്രഫലം സാധ്യമാണെങ്കിലും കർമ്മിക്ക് അത്യന്തം ദോഷം ഉപവിദ്യയിൽ സംഭവിക്കുന്നു. ദേവതയെ കർമ്മത്തിനായി നിർബന്ധിക്കുന്നു. ആ ഒരു മനോതലമാണ് ഈ വിധത്തിലുള്ള ഉപവിദ്യ പൂജയുടെ ആധാരം. തന്ത്രശാസ്ത്രം ഈ വിധത്തിലുള്ള പൂജാവിധികൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. ഗുണത്തേക്കാൾ ദോഷവശം ഉപവിദ്യയിൽ മുന്തി നിൽക്കുന്നു. മഹാവിദ്യ എന്ന് പറഞ്ഞാൽ ദശമഹാവിദ്യ ദേവതകളെ ആധാരമാക്കിയുള്ള ആരാധനാ ക്രമമാണ്. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, മാതങ്കി, കമല എന്നീ 10 ദേവിമാരാണ് ദശമഹാവിദ്യകൾ. മഹാവിദ്യാ സാധനയിലെ സർവ്വ അഭീഷ്ടങ്ങളും യോഗസിദ്ധികളും ദേവപ്രീതിയാൽ ഭക്തിയോടുള്ള സാധനയിൽ സാധ്യമാകുന്നതാണ്. ആത്മീയ ഉന്നതിയിലൂടെ ഇത് സംഭവിക്കുന്നു. ദേവതയോടുള്ള മാതൃഭാവം ശീഘ്ര ഫലസിദ്ധിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇനി പരാവിദ്യ. ദശമഹാവിദ്യയിലെ ആദ്യത്തെ 4 ദേവതകളായിരിക്കുന്ന കാളി, താര, ഷോഡശി, ഭുവനേശ്വരി എന്നീ ദേവതകളെ ഏതൊരു പ്രാപഞ്ചിക ലക്ഷ്യവും ചിന്തിക്കാതെ, മുക്തി പോലും ആഗ്രഹിക്കാതെ, ഭാവിക്കാതെ പ്രസ്തുത ദേവത താനാണെന്നുള്ള തിരിച്ചറിവിനായിട്ടുള്ള സാധനയാണ് പരാവിദ്യ. ശ്രീവിദ്യാതലത്തിൽ എത്തപ്പെടുന്ന സാധനാക്രമമാണിത്. പ്രത്യക്ഷ ദേവതാസിദ്ധി, സമസ്ത മന്ത്രസിദ്ധി, സർവജ്ഞാനസിദ്ധി തുടങ്ങിയ ആഗ്രഹിക്കാതെ തന്നെ ഇതിലെല്ലാം സംഭവിക്കും. ഇതാണ് താന്ത്രികതയുടെ പരമപദം.
സർവോപരി തത്വം ബോധ്യപ്പെടുത്തുന്ന സാധനാതലം. പരാഭക്തി ദേഹിമേ പരമേശ്വരി എന്നാണ് നമ്മൾ എല്ലാവരും ഒരു കൗള ഉപാസകൻ അല്ലെങ്കിൽ ഒരു ദേവി ഉപാസകൻ പ്രാർത്ഥിക്കുന്നത്. ഇനി ഇതിലെ കാളി സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിലെ വളരെ പ്രചലിതമായ സങ്കല്പമാണ് കാളി സങ്കല്പം. കാലത്തിൽ നിലകൊള്ളുകയും കാലാതീതമായിട്ട് ഭാവിച്ചിരിക്കുന്നതും കാളി തന്നെയാണ്. ഈ പദങ്ങളിൽ തന്നെ ഘടിപ്പിക്കാൻ കഴിയാത്ത അർത്ഥതലം ഇതിൽ ധ്വനിക്കുന്നുണ്ട്. അങ്ങനെ പദങ്ങൾക്ക് പോലും പ്രകടമാകാതെ അതായി തന്നെ നിലകൊള്ളുന്ന മായയുടെ തലമാണ് കാളി സങ്കല്പം എന്ന് പറയുന്നത്. ഉപവിദ്യയിൽ ഗൂഢമായും മഹാവിദ്യയിലും പരാവിദ്യയിലും പ്രത്യക്ഷമായും നിലനിൽക്കുന്ന ദേവീ സങ്കല്പം കാളി മാത്രമാണ്. കലിയുഗം കാളിയുഗമാണ്. തന്ത്രശാസ്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാളി അക്ഷരങ്ങളിൽ സ്വരാക്ഷരമായി, ശിവനിൽ ശക്തിയായി, സമയത്തിൽ സമയമായി, ജഗത്തിൽ ബ്രഹ്മമായി, നിശ്ചലതയിലെ ചലനാത്മകതയായി, ചലനത്തിലെ ബുദ്ധിയായി, ബുദ്ധിയിലെ ചിന്തയായി, ചിന്തയിലെ സ്പന്ദനമായി ഭവിച്ചിരിക്കുന്നതും കാളി തന്നെയാണ്. വിരൂപതയിൽ ഭയപ്പെടേണ്ടതില്ല. സ്നേഹത്താൽ ആലിംഗനം ചെയ്യേണ്ട മാതൃത്വ ഭാവമാണ് കാളി ഭാവം എന്ന് പറയുന്നത്. സാധകന്റെ തനി സ്വരൂപത്തിന്റെ പ്രതിബിംബമാണ് കാളി രൂപം. ഞാൻ കാരണം ദേവീ രൂപം വികൃതമായി. എന്റെ മനസ്സിന്റെ ദുർവിചാരമാണ് ദേവിയുടെ കറുത്ത നിറമായി ഭവിച്ചിരിക്കുന്നത്. എന്റെ കാമ വെറിപൂണ്ട മനസ്സാണ് ദേവിയുടെ നഗ്നത. ഞാൻ ചെയ്ത പാപത്തിന്റെ ആകത്തുകയാണ് കപാലമാല, അരഞ്ഞാണം. എന്റെ മൃഗീയ വാസനയാണ് പുറത്തു നീട്ടിയ രക്തം ഇറ്റുന്ന നാവ്, ഊർത്ത പല്ലുകള്. ഹിംസിക്കാനുള്ള എന്റെ അടുത്ത തയ്യാറെടുപ്പാണ് രക്താങ്കിതമായി ഉയർത്തിയ വാൾ. തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ മാരകത്വമാണ് ദേവി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുറിച്ചെടുത്ത ആ ശിരസ്, അതിന്റെ രക്തം ശേഖരിക്കുന്ന താലം എന്റെ സഞ്ചിത കർമ്മം സ്വരൂപിക്കലാണ്. ത്രിശൂലം എന്റെ സത്വരജസ് തമോ ഗുണങ്ങൾ എന്ന ത്രിഗുണമാണ്. ദേവി നിൽക്കുന്ന ശ്മശാനം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടാണ്. എന്റെ ഭൗതികമായ അസംതൃപ്തിയാണ് ദേവി പുറത്തേക്ക് പ്രകടമാക്കുന്ന ചുവന്ന കണ്ണുകൾ. എന്റെ യഥാർത്ഥ രൂപവും സ്വഭാവവും ദേവി എന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. ഞാൻ കാരണം ദേവി ഈ രൂപത്തിലായി. എന്നിലെ ഈ ദുർഗുണങ്ങളെ കാളി രൂപത്തിൽ ആരാധിക്കുകയല്ല, മറിച്ച് അവയുടെ ആ ഒരു നിർദ്ധാരണത്തിനായി ദേവിയെ ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെ ഞാൻ തിരുത്തണം. തദനുഗതമായിട്ട് ദേവി രൂപവും പ്രകടമാക്കും. എന്റെ ഗുണവിശേഷത്തിന്റെ അളവുകോലാണ് കാളി രൂപം. കാളി മാതാവിന്റെ രൂപം ഭേദിച്ച് ഉള്ളിൽ തിളങ്ങുന്ന സ്നേഹനിധിയായിരിക്കുന്ന മഹാത്രിപുരസുന്ദരിയിലേക്ക് എത്താൻ ഇനിയും ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിരിക്കുന്നു. കാളിയെ ഉപാസനയിലൂടെ നമുക്ക് ത്രിപുരസുന്ദരിയിൽ എത്തിച്ചേരാം. കാളി സങ്കല്പത്തിന്റെ ഭാവനാത്മകത സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം. കാളി സങ്കല്പത്തെ അനുഭവിച്ച മഹാനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. താന്ത്രിക ജ്ഞാനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഭക്തിയുടെ വിവരണാതീതമായ മാസ്മരിക തലത്തിൽ കാളി മാതാവിനെ അനുഭവിച്ചിരുന്നു. തന്റെ ആത്മീയതയുടെ പടവുകൾ കയറിയതും ജ്ഞാനത്തിന്റെ അതിർവരമ്പുകൾ പിന്നിട്ടതും കാളി മാതാവിലേക്കുള്ള ലഹരിയിലൂടെയായിരുന്നു. ശ്രീരാമകൃഷ്ണന്റെ കാളി എന്ന ശക്തി എന്നിലേക്ക് അഭിനയിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയ്ക്ക് ഉപോദ്ബലകമാണ് സ്വാമി വിവേകാനന്ദന്റെ കവിതയായ കാളി മാത. തന്ത്രശാസ്ത്രത്തില് ഗതികോർജമാണ് കാളി സങ്കല്പം എന്ന് പറയുന്നത്. ഭൗതികതയിലുള്ള ശാക്തേയർ ആദ്യം പ്രവേശിക്കേണ്ടതും ഗതികോർജത്തിൽ തന്നെയാണ്. സാധകൻ ലൗകിക ജീവിതത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണമെങ്കിൽ കാളി സങ്കല്പം അനിവാര്യമാണ്. കാളി സങ്കല്പം വളരെ പെട്ടെന്ന് ശ്രീവിദ്യാ സാധനയിലേക്ക് വഴിമാറുമെന്ന് തന്ത്രം ഉറപ്പിക്കുകയാണ്. ശ്രീവിദ്യാ സാധന മഹാരാജ്ഞി ഭാവമാണ് ആ ഒരു സ്ഥിതികോർജമായിട്ട് ഉള്ള സ്വഭാവം. ലൗകിക അനുഭവം നിശബ്ദമാകുന്ന തലം, അവധൂത ഭാവം. ഭദ്രകാളി അഥവാ ഭൈരവി ഉപാസനയിൽ സാധകന് ദേവിയുടെ പ്രത്യക്ഷാവസ്ഥ മാംസചക്ഷുസിന്റെ യാഥാർത്ഥ്യം തന്നെയാണ്. അത് അനുഭവിച്ചാൽ ഗോപ്യമാക്കി വെക്കുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് വീണ്ടും തറപ്പിച്ചു പറയുന്നുണ്ട്. യുക്തി കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചിട്ടില്ലാത്തവർക്ക് നിഷേധിക്കാനും വാദങ്ങൾ നിരത്താനും അവകാശമുണ്ട്. അത് അനുഭവിച്ചാൽ തർക്കത്തിനില്ലതാനും. സ്വയം ബോധ്യപ്പെട്ടാൽ അന്യർക്ക് മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യം അവർക്കില്ല. അനുഭവിച്ച വ്യക്തികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ യുക്തിയിൽ അവർ വിഡ്ഢികളും മനോരോഗികളുമായിരിക്കാം. അതിൽ അവർക്ക് പരിഭവമില്ല. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വേരോടിയ ആരാധനയാണ് കാളീഭാവം. മാറോട് ചേർത്ത സാധകനെ മുലയൂട്ടുന്ന മാതൃത്വം മറ്റൊരു ദേവതാഭാവത്തിനും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ കാൽപ്പനികതയിലാണെങ്കിലും ശ്രീ ശങ്കരാചാര്യർ അത് അനുഭവിച്ചതാണ്. ഭയമുക്തമായ മനസ്സിലൂടെ കാളി സാന്നിധ്യം സ്ഥൂലമായി തനിക്കൊപ്പം ഉണ്ടെന്ന യുക്തിയെ നിരാകരിച്ച് അനുഭവിച്ചാൽ സാധനയുടെ നിഗൂഢതകൾ സാധകന്റെ മുന്നിൽ തുറക്കപ്പെടും. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ.
കൗളമാർഗം എന്ന് പറയുന്ന നമ്മുടെ വിഷയം, അതായത് തന്ത്രസാധന, ഇവിടെ അവസാനിക്കുകയാണ്. സാധിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.